കേരളത്തിലെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിൽ കടുത്ത രീതിയിലുള്ള അവഗണനയും അലംഭാവവുമാണ് UDF സർക്കാർ കാണിച്ചിട്ടുള്ളത്. ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന എല്ലാ ഘട്ടങ്ങളിലും തികഞ്ഞ അലംഭാവത്തോടു കൂടിയാണ് ഗവൺമെൻറ് കാര്യങ്ങൾ നീക്കിയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ഗൗരവമായി എടുത്ത് ആവശ്യമായ തയ്യാറെടുപ്പ് നടത്തുന്നതിനുള്ള എല്ലാ മേഖലയിലുള്ള പ്രവർത്തനത്തിന് ആദ്യഘട്ടം മുതലേ വീഴ്ചയായിരുന്നു. മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് തന്നെ രക്ഷാപ്രവർത്തനത്തിന് സജ്ജമാക്കിയിരുന്ന LDF ഗവൺമെൻറ്റിൻ്റെ കാലത്തെ 200ഓളം പേരെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ അവരെ പിരിച്ചുവിടുന്ന നിലയാണ് സ്വീകരിച്ചത്. ഓഖി ദുരന്തം ഉൾപ്പെടെയുള്ള സന്ദർഭത്തിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ കടലോര മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ നല്ല പരിശീലനം വേണ്ടിയിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ 200ഓളം വരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ ചെറുപ്പക്കാരെ പരിശീലനം കൊടുത്ത് വളർത്തിയെടുത്തത്. ആദ്യം തന്നെ അവരെ ഒഴിവാക്കുന്ന നില സ്വീകരിച്ചു. ഇവരുടെ സാന്നിധ്യം മലയോര മേഖലയിലെ ആദിവാസികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ പ്രധാനപ്പെട്ട സംവിധാനം രൂപപ്പെടുത്തിയതുപോലെ ഏതാണ്ട് അതേ തരത്തിലുള്ളതാണ് കടലോര മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ സ്ഥിതി. ഈ മത്സ്യത്തൊഴിലാളികളെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന ഈ ഒരു സന്നദ്ധ സൈന്യത്തെ ആദ്യം തന്നെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അവരുടെ സാന്നിധ്യം മത്സ്യമേഖലയിലുള്ള ദുരന്തത്തെ ഒഴിവാക്കുന്നതിന് സഹായകരമായിരുന്നു. അതേപോലെ LDFൻ്റെ ഗവൺമെൻറ് മുമ്പ് ഏത് ദുരന്തത്തിലും മത്സ്യത്തൊഴിലാളികൾക്ക് വിവരങ്ങൾ നൽകുന്നതിന് അന്ന് സാറ്റലൈറ്റ് ഫോണുകൾ അവർക്ക് സബ്സിഡിയുടെ ഭാഗമായിട്ട് നൽകിയിരുന്നു. പിന്നീടത് റീചാർജ് ചെയ്യാൻ കാര്യമായ ഒരു സഹായവും നൽകാത്ത പശ്ചാത്തലത്തിലാണ് അത് നിന്നുപോയത്. കാരണം ഈ മത്സ്യത്തൊഴിലാളികൾ സ്വന്തം പണം കൊടുത്ത് റീചാർജ് ചെയ്യുക എന്നുള്ള നില സ്വീകരിക്കില്ല. അപ്പോൾ രക്ഷാദൗത്യത്തിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ യഥാർത്ഥത്തിൽ മുൻകൂട്ടി തയ്യാറാക്കി കടലോര ജനതയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതിലും വലിയ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം ദുരന്തങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനിടയാക്കി എന്നുള്ളതാണ് സത്യം. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവുന്നത് അറിഞ്ഞാൽ ഉടൻ തന്നെ നടത്തേണ്ടുന്ന തയ്യാറെടുപ്പുകൾ സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകി ആവശ്യമായ രീതിയിൽ മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം കൂടി ചേർന്നപ്പോഴാണ് വലിയ ദുരന്തം ഉണ്ടായത്. ദുരന്തമുണ്ടായപ്പോൾ തിരച്ചിൽ തന്നെ ഊർജ്ജസ്വലമായി നടത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ സന്ദർഭത്തിലും പറയുന്നത് പോലെ ഇപ്രാവശ്യവും വലിയൊരു കളവാണ് പറഞ്ഞത്. അത് ചരിത്രത്തിലില്ലാത്ത രീതിയിൽ രക്ഷാപ്രവർത്തനം അന്നു മുതലേ ആരംഭിച്ചു എന്നാണ്.
നീണ്ടകരയിൽ ഇന്നലെ ഞാൻ രണ്ടാളെ കാണാതാവുകയും രണ്ടാൾ മരിക്കുകയും ഒരാളെ കാണാതാവുകയും ചെയ്ത ആ കുടുംബത്തിൽ ചെന്ന് ചേർന്നപ്പോൾ 2 കുഴിമാടങ്ങളാണ് ഇടതു ഭാഗത്ത് വീട്ടിൻ്റെ തന്നെ മുറ്റത്ത് കാണാനായത്. 2 പേർ മരിച്ച് ശവസംസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. ആ അമ്മയുടെ കരച്ചിൽ മകനു വേണ്ടിയാണ്. 26 വയസ്സ് പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ 11ാമത്തെ ദിവസം ഇന്ന് 12ാമത്തെ ദിവസമാണ്, തിരിച്ചു വന്നില്ല. ആ അമ്മ എന്നോട് തന്നെ പറഞ്ഞത്, ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിച്ചു, നല്ല ധാരണയുള്ള ഒരു സ്ത്രീയാണ്, ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിച്ചാൽ കണ്ടെത്താനും ബോട്ടുകൾ സംരക്ഷിക്കാനുമെല്ലാമുള്ള ഗോൾഡൻ ഡേയ്സ് ഉണ്ട്. അവരാണ് എന്നോട് ആ പദം ഉപയോഗിച്ചത്, ഗോൾഡൻ ഡേയ്സ്. അത് പൂർണ്ണമായിട്ടും പാഴാക്കി. അത് ആദ്യത്തെ ദിവസങ്ങളാണ്. ഞാൻ ആ ഓഫീസിൻ്റെ മുമ്പിൽ പോയി ശക്തിയായി പ്രതിഷേധിച്ചതിന് ശേഷമാണ് 6ാമത്തെ ദിവസം യഥാർത്ഥത്തിൽ തിരച്ചിലിന് വേണ്ടി ആവശ്യമായ നിലപാട് സ്വീകരിക്കാമെന്ന് പറഞ്ഞത്. എന്നിട്ടും രാവിലെ വരുമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. DMO എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തേ പരാതി തരാതിരുന്നത് എന്ന്. അതാണ് ആ അമ്മ എന്നോട് പറഞ്ഞ കാര്യം. ദുരന്തം കഴിഞ്ഞ് 6ാമത്തെ ദിവസം സമരത്തിനിറങ്ങേണ്ടി വന്ന അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ശക്തിയായ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ, തിരച്ചിൽ പോലും നടത്താൻ 6 ദിവസം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഈ സമയത്ത് തന്നെ ആദ്യം തന്നെ കേന്ദ്രസേനയെ വിന്യസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഗവൺമെൻറ് ആദ്യം തയ്യാറായില്ല. ഇതാണ് മുതലപ്പുഴയിലും അതുപോലെ തന്നെ വിഴിഞ്ഞത്തും നീണ്ടകരയിലുമെല്ലാം നമ്മൾ കണ്ട ചിത്രം. ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകത്തക്ക രീതിയിൽ അവിടെ ഓടി എത്തേണ്ടുന്ന ജനപ്രതിനിധികളും മന്ത്രിമാരുമെല്ലാം യഥാർത്ഥത്തിൽ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്, ആഴ്ച കഴിഞ്ഞപ്പോഴാണ് രംഗത്ത് വരുന്നത്. ഇത്തരത്തിലുണ്ടായ ഗുരുതരമായ വീഴ്ച യഥാർത്ഥത്തിൽ ഉണ്ടായി എന്നുള്ളതിനെ മറച്ചുവെക്കാനാണ് ഇപ്പോഴവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ തന്നെ വേറൊരു ഭാഗം BJPയുടെ അധ്യക്ഷൻ പരസ്യമായിട്ട് പറഞ്ഞു, തിരച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിക്കുന്നതിന് ഒരു മന്ത്രി എന്നോട് സഹായം ആവശ്യപ്പെടുകയുണ്ടായി എന്ന് BJP അധ്യക്ഷൻ, കേരളത്തിലെ അധ്യക്ഷൻ പറയുകയാണ്. ഇതിനു മുമ്പും ഇവിടെ കേരളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള നേവിയും കോസ്റ്റ് ഗാർഡും കേരളത്തിൻ്റെ ആവശ്യം പരിഗണിച്ച് സഹായിച്ചിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാം. കേന്ദ്ര സർക്കാരിൻ്റെയും നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും സഹായം തേടാൻ സർക്കാരിന് എന്തിനാണ് BJP അധ്യക്ഷനെ കാണുന്നത് എന്ന കാര്യം വളരെ ഗൗരവമുള്ള ഒന്നാണ്. അപ്പോൾ വീണ് കിട്ടുന്ന ഓരോ അവസരവും BJPയുമായി പാലമിടാനാണ് VD സതീശനും അതുപോലെ തന്നെ UDF സർക്കാരും ശ്രമിക്കുന്നത് എന്നതിൻ്റെ തെളിവായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. BJP അധ്യക്ഷൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, BJP പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ് UDF നടപ്പിലാക്കുന്നത് എന്ന്. അപ്പോൾ അതിൻ്റെ സാരാംശം ആ സർക്കാരിൻ്റെ, ഈ UDF സർക്കാരിൻ്റെ ഉപദേശകനും ഇടനിലക്കാരനുമായി BJP അധ്യക്ഷൻ വരുന്നു എന്നല്ലേ സ്വാഭാവികമായിട്ട് ആളുകൾ ചിന്തിക്കുക. ഈ പരസ്യ ബാന്ധവം സംബന്ധിച്ച് കേരളത്തിലെ മതനിരപേക്ഷവാദികൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന കാര്യം VD സതീശൻ മനസ്സിലാക്കണമെന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ എല്ലാ സന്ദർഭത്തിലും
കളവ് പറയുന്നത് പോലെ ദുരന്തത്തിൽ കാണാതായവരെ സംബന്ധിച്ചുള്ള ധനസഹായം അത് വളരെ വ്യക്തമായിട്ട് വേറൊരു കാര്യമാണ്. 7 വർഷം കാത്തിരിക്കണമെന്നാണ് സതീശൻ പറഞ്ഞത്. അതായത് ഒരാളെ കാണാതായാൽ അവർക്ക് മരിച്ചു എന്ന രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കേരളത്തിൽ ഇതുവരെ 7 വർഷം കാത്തിരിക്കണം. എന്നാൽ മാത്രമേ ആനുകൂല്യം കൊടുക്കാൻ സാധിക്കുള്ളൂ. അത് ഞാൻ മാറ്റുകയാണ് എന്നാണ്, ചരിത്രത്തിലാദ്യമായി ഞാനിത് മാറ്റുന്നു എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. ഇത് ശുദ്ധ അസംബന്ധ പ്രഖ്യാപനമാണ്. ഒരു മുഖ്യമന്ത്രി അതിൻ്റെ ഗൗരവത്തിൽ പറയേണ്ട കാര്യം ഇങ്ങനെ അവതരിപ്പിച്ചാൽ എന്താ നമുക്ക് പറയാൻ പറ്റുക? 2017 ഓഖി ദുരന്തത്തിന് പിന്നാലെ അന്നത്തെ LDF ഗവൺമെൻറ് ഈ നിബന്ധനയിൽ ഇളവ് വരുത്തി കാണാതായ ആളുകളുടെ കുടുംബങ്ങൾക്ക് മാസങ്ങൾക്കകം, കാത്തിരുന്നിട്ടൊന്നുമില്ല, മാസങ്ങൾക്കകം ധനസഹായം നൽകുന്ന നില സ്വീകരിച്ചു. ഇത്തരത്തിൽ 33 കുടുംബങ്ങളുണ്ടായിരുന്നു. മരണപ്പെട്ടതിൻ്റെ ഒരു അവശിഷ്ടവും ലഭിക്കാതിരുന്ന 33 ആളുകൾക്ക്, 33 കുടുംബങ്ങൾക്ക് അന്ന് 22 ലക്ഷം ഉറുപ്പിക വീതം സഹായം നൽകി. കുടുംബങ്ങളിലുള്ള ഓരോരുത്തർക്ക് ജോലി നൽകുന്ന നിലയും സ്വീകരിച്ചു. അപ്പോൾ അന്ന് 22 ലക്ഷം ഉറുപ്പിക പ്രകാരമാണ് നൽകിയത്. ഇന്നത് കുറേയും കൂടി കൊല്ലം കഴിഞ്ഞ പശ്ചാത്തലത്തിൽ അതിനേക്കാൾ കൂടുതൽ തുക നൽകാൻ ഇവർക്ക് സാധിക്കണം. 142 പേർക്കാണ് ഈ 22 ലക്ഷം ഉറുപ്പിക പ്രകാരമുള്ള സഹായം അന്ന് മൊത്തം നൽകിയത്. അതിൽ 33 കുടുംബങ്ങൾക്ക് സഹായം നൽകിയത് മരണപ്പെട്ടവരുടെ കൃത്യമായ വിവരങ്ങളൊന്നും ലഭിക്കാതെ തന്നെയാണ്. എന്നിട്ടാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് ചരിത്രത്തിലാദ്യമായി 7 വർഷം കാത്തിരുന്ന് മാത്രമേ ആനുകൂല്യങ്ങൾ നൽകാൻ സാധിക്കുകയുള്ളൂ, അത് ഞാൻ മാറ്റി ഇപ്പോൾ കൊടുക്കാൻ പോവുകയാണ് എന്ന്. കവളപ്പാറ മുണ്ടക്കൈ ദുരന്തത്തിലും ഈ രീതി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നത് എന്നെല്ലാവർക്കും അറിയാം. പിന്നെ ഹെലികോപ്റ്റർ ആദ്യമായി ഉപയോഗിച്ചത് ഇവിടെയാണ് എന്ന കളവും തട്ടിവിട്ടു. ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് ഇപ്പോഴാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓഖി ദുരന്തത്തിൻ്റെ ഘട്ടത്തിൽ 4 യുദ്ധവിമാനങ്ങളും നാവികസേനയുടെ 7 കപ്പലുകളും 2 ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചിരുന്നു. ഈ സമൂഹത്തോടാണ് പറയുന്നത് എന്നുള്ള ധാരണ വേണ്ടേ? എന്തു പറഞ്ഞാലും അതൊക്കെ അങ്ങോട്ട് വിശ്വസിച്ച് പോകുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് ധരിക്കാൻ പാടുണ്ടോ ഒരു മുഖ്യമന്ത്രി? അപ്പോൾ മുണ്ടക്കൈയിലും ഇതേ തരത്തിലുള്ള ഹെലികോപ്റ്റർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഈ ഒരു പശ്ചാത്തലത്തിൽ 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഭാവിയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഒന്ന്, ഈ കമ്മ്യൂണിക്കേഷന്, അതായത് ഇപ്പം കടലിൽ പോയതിന് ശേഷം പുതിയ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവരെ അറിയിക്കാൻ ഇപ്പോൾ സംവിധാനമില്ല. നേരത്തെ പറഞ്ഞ പോലെ സാറ്റലൈറ്റ് ഫോൺ അവർക്ക് ഉണ്ടായിരുന്നു, അതിപ്പോൾ റീചാർജ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് ISRO വികസിപ്പിച്ചെടുത്ത ഒരു സാങ്കേതിക വൈദഗ്ധ്യത്തോടു കൂടിയുള്ളതാണ് ഈ സാറ്റലൈറ്റ് ഫോൺ എന്ന് പറയുന്നത്. അതിനെപ്പോഴും വിവരം കൊടുക്കാൻ നമുക്ക് സാധിക്കും, സിഗ്നൽ നൽകാൻ കഴിയും. അത് കേരളത്തിലെ എല്ലാ തീരപ്രദേശങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളികൾക്കും നൽകാൻ സാധിക്കണം. അതിന് സൗജന്യമായി അവർക്ക് റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടായി കൊടുക്കണം. അങ്ങനെ ഉണ്ടായി കൊടുക്കുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത് വഴിക്ക് വെച്ച് നിന്നുപോകും. അപ്പോൾ ആവശ്യമായ അത്ര പുതിയ സംവിധാനം രൂപപ്പെടുത്തി ഈ സാറ്റലൈറ്റ് ഫോൺ അവർക്ക് ലഭിക്കും എന്നുള്ളതിന് ഉറപ്പുണ്ടാക്കണം. അത് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമുള്ള ഒന്നാണ്. അത് രാജ്യത്ത് വികസിപ്പിച്ചത് ISRO ആണ്. അതിൽ 80% പ്രൈവറ്റ് മേഖലയ്ക്ക് നൽകി കഴിഞ്ഞു. ബാക്കി 20% നൽകിയിട്ടുള്ളത് പട്ടാളത്തിലാണ്. അപ്പോൾ അതിൽ നിന്ന് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവർക്ക് ഒരു ചെറിയ രീതിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത്. അതിപ്പോഴും നിലച്ചിരിക്കുകയാണ്. അത് അടിയന്തരമായി പുനഃസ്ഥാപിക്കണം. രക്ഷാപ്രവർത്തനത്തിന് പരിശീലനം നേടിയിട്ടുള്ള 200 ആളുകളെ നേരത്തെ പറഞ്ഞ പോലെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അവരെ അടിയന്തരമായും തിരിച്ചെടുത്ത് മറ്റു കുറേയും കൂടി ആളുകൾക്ക് പരിശീലനം നൽകി
അവരെയും കൂടി തീരപ്രദേശങ്ങളിൽ വിന്യസിപ്പിക്കാൻ സാധിക്കണം. പിന്നെ ഈ കടലിലെ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഒരുതരം ആംബുലൻസ് രീതിയിലുള്ള വാഹനമുണ്ട്. അത് യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതാണ്. അതൊക്കെ ഇപ്പോൾ തീരപ്രദേശങ്ങൾ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് നൽകുന്നതിന് വേണ്ടി കഴിയണം. ഈ 3-4 കാര്യങ്ങൾ ഭാവിയിൽ ഇപ്പോഴത്തന്നെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന നില ഉണ്ടാവണം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. കണ്ണൂരിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യം നമുക്കറിയാം. അവിടെ മരണപ്പെട്ടു രാജേഷ്. മൃതദേഹത്തോട് കാണിച്ച അനാദരവ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ഇപ്പോഴൊരു തഹസിൽദാരുടെ പേരിൽ കേസെടുത്ത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ജനപ്രതിനിധികളോ മന്ത്രിമാരോ ഒന്നും തന്നെ ആ സന്ദർഭത്തിൽ അവിടെ പോവുകയോ ഉണ്ടായ കാര്യം മനസ്സിലാക്കിയിട്ട് ഇടപെടാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. മാത്രമല്ല, രക്ഷാപ്രവർത്തനത്തിന് പോകുന്നവരെക്കുറിച്ച് അന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞത് സ്വന്തം റിസ്കിലായിരിക്കണം രക്ഷാപ്രവർത്തനമെന്നാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു മന്ത്രിയോ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റോ പറയുമോ? സന്നദ്ധരായി മുന്നോട്ടേക്ക് വരുന്ന സന്നദ്ധ പ്രവർത്തകരോട് നിങ്ങളെ റിസ്കിലാണ് നിങ്ങൾ ഈ സന്നദ്ധ പ്രവർത്തനം നടത്തേണ്ടത് എന്ന് ഒരിക്കലും ആരും പറയുന്ന നിലയല്ല ഉണ്ടായിരുന്നത്. പക്ഷേ കണ്ണൂരിൻ്റെ ചാർജുള്ള മന്ത്രി, വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആ മണ്ഡലത്തിൽ ഇടപെട്ടില്ല എന്നുള്ള കാര്യവും എല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ആ രാജേഷ് സ്വന്തം ലൈഫ് ജാക്കറ്റ് മറ്റൊരാൾക്ക് നൽകി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയിട്ടാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന രാജേഷ് തന്നെ മരണത്തിലേക്ക് വഴുതി വീണത്. മാതൃകാപരമാണ് എന്നാണ്, മഹത്തരമാണ് എന്നാണ് ഹൈക്കോടതി ഈ പ്രവർത്തനത്തെ വിശേഷിപ്പിച്ചത്. ഇവിടെ മാത്രമല്ല, 2018-2019 കാലത്ത് പ്രളയമുണ്ടായപ്പോൾ മുണ്ടക്കൈ ചൂരൽമല മണ്ണിടിഞ്ഞ സംഭവം ഉണ്ടായപ്പോഴും അദ്ദേഹം രാജേഷ് അവിടെ പോയിരുന്നു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്. കർണാടകയിലെ ഷുരൂരിൽ കേരളത്തിലെ ലോറിയും ഡ്രൈവറായ അർജുനൻ്റെയും കാണാതായ സാഹചര്യം വന്നപ്പോഴും അവിടെ സഹപ്രവർത്തകരെയും കൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് രാജേഷ് അവിടെയും പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നതിന് യഥാർത്ഥത്തിൽ ആംബുലൻസിൽ ആവശ്യമുള്ള ഫ്രീസർ ഉൾപ്പെടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശക്തിയായിട്ട് ചൂണ്ടിക്കാണിച്ചത്. അതിപ്പോഴും വലിയ പ്രചരണമായി, വലിയ രീതിയിലുള്ള ഇടപെടലായി. ആളുകൾ സ്വയം ഇത്തരത്തിലുള്ള നീച കൃത്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ ഓഖി ദുരന്തബാധിതർക്ക് ചെയ്ത അതേ സമീപനം, അതിനേക്കാൾ കൂടുതൽ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, 22 ലക്ഷമാണ് അന്ന് കൊടുത്തത്. ഇപ്പോൾ ഇന്നത്തെ പരിസ്ഥിതിയിൽ അതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ ഇവർക്ക് നൽകാൻ സാധിക്കണം. വള്ളവും വലയും എല്ലാം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടവരുണ്ട്. ഇപ്പോൾ ഇവിടെ വള്ളം ഇപ്പോഴും കണ്ടു കിട്ടിയിട്ടേ ഇല്ല. സ്വാഭാവികമായിട്ടും ഒരു പുതിയ ബോട്ട് വാങ്ങിയിട്ടാണ്, അത് സ്വന്തം വീട് വിറ്റ് കിട്ടിയിട്ടുള്ള പണം കൂടി ഉപയോഗിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ 19 ലക്ഷം രൂപ കടവുൾപ്പെടെയാണ് ചേർത്തിട്ടാണ് ആ ബോട്ട് വാങ്ങിയത് അവർ നീണ്ടകരയിൽ. ആ ബോട്ട് അങ്ങനെ പോയി, സ്വന്തം വീടും പോയി, വീട് വിറ്റ് വാങ്ങിയ ബോട്ടും പോയി. 3 പേരാണ് ഒറ്റ കുടുംബത്തിൽ തന്നെ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെ വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ട് പരിഗണിക്കുന്നില്ലെങ്കിൽ പ്രയാസകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടാകുക. അതുപോലെ തന്നെ രാജേഷിൻ്റെ കുടുംബത്തിന്, ഭാര്യയ്ക്ക് ജോലി നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യമാണ്. അപ്പോൾ അവർക്ക് രാജേഷിനാണെങ്കിൽ വീടും ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാം. ഗവൺമെൻറ് വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുടുംബങ്ങളിലും ഒരാൾക്കെങ്കിലും ജോലി കൊടുക്കാൻ സാധിക്കണം. ഓഖി ദുരന്തത്തിൻ്റെ ഭാഗം എല്ലാവർക്കും ജോലി കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് ഗവൺമെൻറ്റാണ് കൈകാര്യം ചെയ്ത് പോയത് കുട്ടികളുടെ അന്നത്തെ പരിസ്ഥിതിയിൽ. അപ്പോൾ അതുപോലെ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ളൊരു പാക്കേജ് ഇതിൻ്റെ ഭാഗമായിട്ട് വേണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രശ്നം വളരെ സീരിയസ് ആയിട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. മയക്കുമരുന്ന് കടത്തിൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ പിടിയിലായി എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഭാരവാഹി കൂടിയായ മുഹമ്മദ് ഹുസൈനും PA അബ്ദുൽ സലാം, PA അബ്ബാസ് എന്നിവരാണ് പിടിയിലായിട്ടുള്ള
പ്രമുഖരായ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ. ഇവരെല്ലാവരും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും ഈ വി ഡി സതീശൻ്റെ അടുപ്പക്കാരുമാണ്. വാഹന നമ്പർ ഉൾപ്പെടെ പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയായതുകൊണ്ട് ഇവർ പിടിയിൽ അകപ്പെടുകയാണ് ചെയ്തത്. ആളെ തിരിച്ചറിയാതെ നടത്തിയ പരിശോധന അല്ലെങ്കിൽ ഇക്കുറിയും ഇവർ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടല്ല ഇത് റെയ്ഡ് ചെയ്ത് പിടിച്ചത്. അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എങ്ങനെയാണ് വി ഡി സതീശൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിൻ്റെ കൃത്യമായ ചിത്രമുണ്ട്. അപ്പോൾ മുഹമ്മദ് ഹുസൈൻ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ തന്നെ അദ്ദേഹം വി ഡി സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. വി ഡി സതീശൻ്റെ പേരിലുള്ള ഗ്രൂപ്പുകളുടെ അഡ്മിനായിരുന്നു അദ്ദേഹം. സതീശൻ്റെ വീഡിയോകളും പോസ്റ്ററുകളും ഷെയർ ചെയ്യുന്നതും ഇദ്ദേഹമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്ഥിരം സന്ദർശകരാണ് ഇവരെല്ലാം എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഹുസൈൻ്റെയും ഈ കേസിലെ മറ്റൊരു പ്രതി സലാമിൻ്റെയും വീട്ടിൽ വി ഡി സതീശൻ്റെ സന്ദർശനം നടത്തിയ ചിത്രങ്ങളും നമുക്ക് ലഭ്യമായിട്ട് ഉണ്ട്. ഇതിൻ്റെ എല്ലാം വീഡിയോ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്ന ആളുകൾ തന്നെ ലഹരി കടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് മാറുന്നു എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം കാണേണ്ടുന്ന പ്രശ്നമാണ്. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം അബ്ദുൾ സലാം നിയമസഭയിലും എത്തിയിട്ടുണ്ട് എന്നുള്ളതിന് തെളിവുണ്ട്. രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തുഫാർ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് തന്നെയാണ് ആദ്യം ഈ തുഫാൻ സംഘടിപ്പിക്കേണ്ടത്. അത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ മയക്കുമരുന്ന് സംഘത്തിൻ്റെ കേന്ദ്രമായി സ്വന്തം ഓഫീസ് മാറുന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടുന്ന കാര്യമായിട്ടാണ് വെക്കുന്നത്. ഇപ്പോൾ രസകരമായ ഒരു സംഭവം വേറെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു. ഇങ്ങനെയുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്ന പോസ്റ്റുകൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് മെറ്റയെ ഉപയോഗപ്പെടുത്തുകയാണ്, അത് ഇല്ലാതാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ളതുമായി ബന്ധപ്പെട്ട് മെറ്റ സംവിധാനത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടാണോ രക്ഷപ്പെടാൻ ശ്രമിച്ചത്, അതേപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രധാനമന്ത്രിയുടെ പാത പിന്തുടർന്ന് മെറ്റ വിഭാഗത്തെ ഉപയോഗിച്ച് വിമർശനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന വിവരങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ബി ജെ പിയും അതുപോലെ തന്നെ യു ഡി എഫും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണ്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ടി ജി മോഹൻദാസിൻ്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കോടതി തന്നെ അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ക്രൂരമായ രീതിയിലുള്ള പരസ്യപ്രഖ്യാപനം നടത്തിയിട്ടുള്ള ഒരാളാണ് ടി ജി മോഹൻദാസ്. ഞാനായിരുന്നുവെങ്കിൽ ഈ കുട്ടികളെല്ലാം വെടിവെച്ച് കൊല്ലുമായിരുന്നുവെന്നും ഈ പെൺകുട്ടികൾ കൂട്ടബലാത്സംഗം ആഗ്രഹിക്കുന്നവരാണെന്നും കൃത്യമായിട്ട് ഫേസ്ബുക്കിൽ എഴുതി കൃത്യമായിട്ട് അവതരിപ്പിച്ച ഒരാളെ ശക്തിയായ രീതിയിലുള്ള പ്രതിഷേധം വന്നപ്പോഴാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്ത് 10 ദിവസം കഴിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാത്തപ്പോഴാണ് ശക്തിയായ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ അറസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഡോക്ടർ രാമനെ അറസ്റ്റ് ചെയ്തപ്പോൾ കോടതി ചോദിച്ച ചോദ്യമുണ്ട്, ഹൈക്കോടതി ചോദിച്ച ചോദ്യം, നിങ്ങൾ ഈ പ്രതിയെ പിടിക്കുമ്പോൾ നോട്ടീസ് നൽകിയിട്ടുണ്ടോ? നോട്ടീസ് നൽകിയിട്ടില്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ കോടതി ചോദിച്ചു, നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ നടപടിക്രമങ്ങൾ അറിയില്ലേ? നിങ്ങൾ പ്രതിയെ രക്ഷപ്പെടുത്താനാണോ ശ്രമിക്കുന്നത് എന്ന് കോടതി അന്ന് ചോദിച്ചിട്ടുണ്ട്, ഹൈക്കോടതി. ഇവിടെയും ഉണ്ടായ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ജാമ്യം ലഭിക്കാൻ ആവശ്യമായ സൗകര്യം പോലീസും പ്രോസിക്യൂഷനും ഒരുക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. പോലീസിൻ്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ജാമ്യം അനുവദിക്കാനുള്ള കോടതി ഉത്തരവുണ്ടായത്. അപ്പോൾ നോട്ടീസ് നൽകാത്തത് പോലീസിൻ്റെ വീഴ്ചയാണ്. ഈ അറസ്റ്റ് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് കോടതി
അറിയില്ലേ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ചോദിക്കുകയുണ്ടായി. ഇത് തന്നെ റാമിൻ്റെ കാര്യത്തിലുള്ളതുപോലെ തന്നെ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ബോധപൂർവം ജാമ്യം ലഭിക്കുന്ന രീതിയിലുള്ള നിലപാട് അവർ സ്വീകരിച്ചു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണത ഫലം എന്ന രീതിയിലല്ല ഇതിനെ കാണേണ്ടത്. ബോധപൂർവം പ്ലാൻ ചെയ്ത് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കത്തക്ക രീതിയിൽ ഈ വിദ്വേഷ പ്രചരണം അതുമാത്രമല്ല ആരും പറയാൻ മടിക്കുന്ന രീതിയിലുള്ള വിശദീകരണം നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടിനെതിരായി ജനരോഷം ഉയർന്നു വന്നിട്ടും അദ്ദേഹത്തെ കൽത്തുറുങ്കിലടക്കാൻ ഇവർക്കായില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇവർ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളെ പറ്റിയാണ് പറഞ്ഞത്, ഇവർ കൂട്ടബലാത്സംഗം ആഗ്രഹിക്കുന്നവരാണ് എന്ന ആ പരാമർശയെ ഇതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഉന്നയിച്ചില്ല. എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ള കാര്യം, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതാണ് എന്നുള്ള ആവശ്യം തള്ളിക്കളയുന്നതിന് അവർക്ക് സൗകര്യം കൊടുക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് BJPയും കോൺഗ്രസും തമ്മിലുള്ള ഡീലിൻ്റെ കാര്യം തന്നെയാണ് വന്ദേ മാതരം ആലപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഭാഗമായി വന്ദേ മാതരം പൂർണ്ണമായ തോതിൽ ആലപിക്കണമെന്ന് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം അതിൻ്റെ തുടർച്ചയിലാണ് വന്നത്. അപ്പോൾ ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി ഈ നിർദ്ദേശം നൽകിയത് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പറഞ്ഞത്. അപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാക്കി, അങ്ങനെ ഒരു നിർദ്ദേശം ലോക്ഭവൻ നൽകിയിട്ടില്ല. അപ്പോൾ പിന്നെ അവർക്കൊന്നും പറയാൻ ഇല്ല. മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിലും വന്ദേ ഭാരതം വന്ദേ മാതരം പൂർണ്ണമായിട്ട് ചൊല്ലണം, ആലപിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. നെഹ്റുവിൻ്റെ കാലം മുതൽ അതിനെ ശക്തിയായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ. ആ കോൺഗ്രസ്സുകാർ ഇപ്പോഴും അത് ആലപിക്കുന്നതിന് വേണ്ടി പൂർണ്ണമായും തയ്യാറായി, വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഞങ്ങളൊരു കാര്യം ഉറപ്പിച്ചിട്ട് പറയാം, അങ്ങനെ വന്ദേ ഭാരതത്തിൻ്റെ 2 ചരണങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അതുമാത്രമേ അംഗീകരിക്കൂ. അങ്ങനെ അല്ലാതെ അംഗീകരിക്കാൻ ഇടതുപക്ഷ ശക്തികൾക്കാവില്ല എന്ന ഉറച്ച നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അപ്പോൾ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ടേക്ക് പോകുന്നർത്ഥം. നിങ്ങൾ എല്ലാം പാടണം, എല്ലാം ചൊല്ലണം എന്ന് പറഞ്ഞാൽ അതിന് തയ്യാറില്ല എന്ന നിലപാട് ഇടതുപക്ഷ ശക്തികൾ സ്വീകരിക്കും എന്നാണ് അത് സംബന്ധിച്ച്, വന്ദേ മാതരം സംബന്ധിച്ച് പറയാനുള്ള കാര്യം. സവർക്കറുടെ ചോദ്യത്തിൻ്റെ പ്രശ്നം ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സവർക്കർക്ക് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല. ചോദ്യം ഉണ്ടാക്കിയിട്ടുള്ള അധ്യാപകന് ഈ പറയുന്ന സംഘപരിവാരവുമായിട്ട് ബന്ധപ്പെട്ട ആശയത്തിൻ്റെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടൊരു ചോദ്യം തന്നെയാണിത്. ആ ചോദ്യം ഇപ്പോഴും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ UDF ഗവൺമെൻറ് അതിനെ തള്ളിപ്പറഞ്ഞ് മുമ്പോട്ടേക്ക് പോകാൻ തയ്യാറില്ല. ഒരധ്യാപകനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം കാര്യങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രശ്നം യഥാർത്ഥത്തിൽ ഉയർന്നു വരുന്നത് ചോദ്യവും ചോദ്യത്തിന് കൊടുത്ത ഉത്തരവുമാണ്. ഈ കാസർഗോഡ് ജില്ലയിലാണ് ഉണ്ടായത്. കാസർഗോഡ് ജില്ലയിലാണ് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി 4 സ്വാതന്ത്ര്യ സേനാനികൾ തൂക്കുമരത്തിലേറിയത്. ഏറ്റവും കൂടുതൽ ത്യാഗം ജയിലിൽ മാത്രമല്ലല്ലോ, അതിനപ്പുറം ത്യാഗമില്ലല്ലോ. അപ്പുവും ചിരുകണ്ഠനും 2 സഖാക്കൾ, കുഞ്ഞമ്പു നായരും അബൂബക്കറും 4 സഖാക്കൾ. ഈ 4 സഖാക്കളെയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിക്കൊല്ലുക ചെയ്തേ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പോരാട്ടത്തിലാണ്. 1940 മുതൽ അങ്ങോട്ടുള്ള അതിശക്തമത്തായ സമരവും പ്രക്ഷോഭവും ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഉയർന്നു വന്നത്. അങ്ങനെയൊരു ജില്ലയിൽ തികച്ചും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനെതിരായിട്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നിലകൊണ്ട ഒരാളുടെ ഉത്തരമായിട്ട് കൊടുക്കുന്ന നില എങ്ങനെയാണ് വന്നത്? സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗം ഭഗവത് സിംഗിനെ പോലെയുള്ള, രാജഗുരുവിനെ പോലെയുള്ള ആളുകളില്ലേ? ഞാൻ നേരത്തെ പോലെ അപ്പുവും ചിരുവണ്ടനും ഇല്ലേ? ഇവരെക്കാളും വലിയ ത്യാഗമാണോ ജയിലിൽ കിടന്നത്? ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ത്യാഗം എന്താ? സ്വന്തം ജീവിതം തന്നെ സമർപ്പിക്കലല്ലേ? ആ സ്വന്തം ജീവിതം തന്നെ സമർപ്പിച്ച് 4 ആളുള്ള നാടല്ലേ ഈ പറയുന്ന ഇപ്പോഴത്തെ അന്നത്തെ കണ്ണൂർ ജില്ലയായിരുന്നു ഇപ്പോഴത്തെ കാസർഗോഡ് ജില്ല. അവിടെയാണ് ഈ കിസിൻ്റെ ചോദ്യം ചോദിക്കുന്നത്. എന്നിട്ടാണ് തെറ്റായ ഉത്തരം പറയുന്നത്. അപ്പോൾ ശരിയല്ലാത്ത സമീപനമാണ്
സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യം യാതൊരു സംശയമില്ലാതെ തന്നെ പറയാൻ കഴിയുന്നതാണ്. വളരെ ഗൗരവമുള്ള വേറൊരു പ്രശ്നമാണ് ജീവനക്കാരുടെ അന്യായമായ സ്ഥലമാറ്റം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥലം മാറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ ഭൂരിപക്ഷം കിട്ടി, 12 മണിയാകുമ്പോഴാണല്ലോ അറിഞ്ഞത്, ആ ഭൂരിപക്ഷം കിട്ടി എന്ന് പറയുന്ന ആ നിമിഷം മുതൽ NGO അസോസിയേഷൻ്റെ നേതാക്കന്മാർ പേരെഴുതി കൊടുത്ത് ഇന്ന ആളുകളെ മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ യാതൊരു മടിയുമില്ലാതെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇന്നയാളുടെ അഭ്യർത്ഥനയനുസരിച്ച് ഇന്ന ആളുകളെ മാറ്റിയിരിക്കുന്നു എന്ന് അന്ന് ഓർഡർ ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ ഭരണമൊന്നും വന്നിട്ടില്ല, ഗവൺമെൻറ് രൂപീകരിച്ചിട്ടില്ല. ഭൂരിപക്ഷം കിട്ടി എന്ന് പറയുന്ന 12 മണിക്ക് അന്ന് ഓർഡർ ഉണ്ടാക്കിയിട്ട് കൊടുത്തതാണ് ഇവിടുത്തെ സ്ഥിതി. ശരിയായ രീതിയിൽ ഓൺലൈൻ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്ഫർ ഉൾപ്പെടെ കൈകാര്യം ചെയ്തു പോകുന്നതായിരുന്നു കേരളത്തിൻ്റെ സാധാരണ നിലയിലുള്ള സ്ഥിതി. അത് മാറ്റി യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് എന്താ പറഞ്ഞാൽ സ്ഥലം മാറ്റിക്കളയും, കാത്തിരുന്നോ, അതാണ് മുഖ്യമന്ത്രിയുടെ താക്കീത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഒരു പൊതുസമ്മേളനത്തിൽ പരസ്യമായിട്ട് സ്ഥലം മാറ്റും എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത്. ആ ഒരു അഹന്തയിലാണ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ തണലിൽ തികച്ചും അന്യായമായ രീതിയിലുള്ള സ്ഥലമാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഈ സ്ഥലമാറ്റ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ചിലർ ആത്മഹത്യ ചെയ്തു, ചിലർ കുഴഞ്ഞു വീണ് മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോഴും ചിലർ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. കാസർഗോഡ് ഒരു ജീവനക്കാരി, കലക്ട്രേറ്റിൽ ഉണ്ടായിരുന്ന ജീവനക്കാരി യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് പോയി. കണ്ണൂരിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ അവിടെ തന്നെ കുഴഞ്ഞു വീണ് മരിക്കുന്ന സ്ഥിതിയുണ്ടായി. ദീപാലേഖ എന്ന് പറയുന്ന സ്ത്രീ, ആശാലത എന്ന് പറയുന്ന സ്ത്രീയാണ് കലക്ട്രേറ്റിൽ കാസർഗോഡ് ആത്മഹത്യ ചെയ്തത്. അതിനു മുമ്പ് ഇവിടെ കോഴിക്കോട് ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്യുന്ന നിലയുണ്ടായി. പരിയാരം മെഡിക്കൽ കോളേജിൽ, പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ 1995 ആരംഭിച്ച് 96 മുതൽ അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ് ഈ അസോസിയേഷൻ്റെ NGO അസോസിയേഷൻ്റെ നേതാവിൻ്റെ ഭീഷണി ഭയങ്കരമായ രീതിയിലുള്ള ആക്രോശിച്ചുകൊണ്ട് ആ ഡോക്ടറെ, അവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. HOD അന്നില്ല, ചാർജ് വേറെ ആൾക്ക് കൊടുത്തു അവർക്ക് കിട്ടിയിട്ടുമില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ രോഗികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കയറിപ്പോയിട്ട് വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ആക്രോശിക്കുകയും ഒക്കെ ചെയ്ത് അപ്പോൾ തന്നെ അവർക്ക് ഹൃദ്രോഗം ഉണ്ടായി. അവിടെ തന്നെ ആയതുകൊണ്ട് ഉടനെ ആശുപത്രിയിൽ അവിടെ അഡ്മിറ്റ് ചെയ്തു, ഹൃദയാലയത്തിൽ. അപ്പോൾ തന്നെ അതിനാവശ്യമായ രീതിയിലുള്ള ചികിത്സ ലഭിച്ചതുകൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി. അപ്പോൾ ഈ സ്റ്റാഫിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കശക്കി എറിഞ്ഞ് ആരെയും മാറ്റാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് മുസ്ലിം ലീഗ് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ന ഹൂങ്കിൽ ഇവർ ഈ NGO അസോസിയേഷൻകാർ ഉൾപ്പെടെയുള്ള ആളുകൾ നിലപാട് സ്വീകരിക്കുന്നൊരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യപ്രതിജ്ഞ ലംഘനമാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. ഏതെങ്കിലും ഒരു സർവീസ് സംഘടനയുടെ ഭരണകക്ഷിയുടെ സർവീസ് സംഘടനയുടെ താല്പര്യത്തിനനുസരിച്ച് തുള്ളേണ്ടുന്ന ഒരാളല്ല മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയാണ് ഇമാതിരിയുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതും വളരെ ഗൗരവപൂർവ്വം കാണേണ്ടുന്ന പ്രശ്നമായിട്ടാണ് കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇപ്പോൾ വന്നിട്ടുള്ളത് ക്ഷേമ പെൻഷനുകൾ അവകാശമല്ല, സഹായമാണ് എന്നിപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ഔദാര്യമാണെന്ന് പച്ച മലയാളം. ക്ഷേമ പെൻഷനുകൾ 1980കളിൽ സഖാവ് നായനാരുടെ ഗവൺമെൻറ് പ്രത്യേകിച്ച് ഏറ്റവും വലിയൊരു വിഭാഗമെന്ന രീതിയിൽ കർഷക തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ നൽകുമ്പോഴൊന്ന് പറഞ്ഞു, അന്ന് ഈ നായനാർ പറഞ്ഞ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, തുക്കുടി സാഹിബിന്, കലക്ടർക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക് ഒക്കെ പെൻഷനുണ്ട്. വയലിൽ പണിയെടുത്ത് 60ാമത്തെ വയസ്സിൽ ജോലി ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന ഒരു സന്ദർഭം വരുമ്പോൾ അവരുടെ സേവനത്തെ വിലമതിക്കാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് താല്പര്യമുണ്ട്. അതാണ് അന്ന് നായനാർ പറഞ്ഞ പദം. അത് ഔദാര്യം കൊടുക്കലല്ല. അന്ന് കരുണാകരൻ പറഞ്ഞിരുന്നു അത് കൊടുക്കാൻ പാടില്ല.
ഉൽപ്പാദനക്ഷമമല്ല എന്ന് പറഞ്ഞപ്പോൾ കരുണാകരനോട് പറഞ്ഞത് ഈ 60 വയസ്സ് വരെ എല്ലാ അർത്ഥത്തിലും കഠിനാധ്വാനം ചെയ്ത് ഈ രാജ്യത്തെ പോറ്റുന്നതിന് വേണ്ടി കാർഷിക മേഖലയിൽ പ്രവർത്തിച്ച ഈ പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് 60 വയസ്സ് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്കെല്ലാമുള്ള അധികാരാവകാശം പോലെ എന്ന് പറഞ്ഞാൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഉൾപ്പെടെ പെൻഷൻ കിട്ടുന്നത് പോലെ ആ പെൻഷൻ വാങ്ങാൻ അർഹതയുള്ളവർ തന്നെയാണ് കേരളത്തിലെ കർഷക തൊഴിലാളികൾ എന്ന്, അവർക്ക് പെൻഷൻ കൊടുക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് പെൻഷൻ നൽകാൻ തീരുമാനിച്ചത്. ആ പെൻഷൻ്റെ അവകാശമല്ല, ആ പെൻഷൻ ഇപ്പോഴും ഔദാര്യം പോലെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്, സഹായം കൊടുക്കലാണ് എന്ന് കോടതിയിൽ ഈ ഗവൺമെൻറ് പറഞ്ഞിരിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ വർഗ നിലപാട് എന്താണ് എന്ന് വ്യക്തമാണ്. അത് ഈ പാവപ്പെട്ട മനുഷ്യർക്കെതിരാണ്. കോപ്പറേറ്റീവുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവരുടെ ഭരണം, സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമം. നമ്മുടെ ഭൂമിയും വെള്ളവും കരയും എല്ലാം വിൽക്കാൻ വേണ്ടിയിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ഓരോന്നും. ഇതാണ് വൈറ്റ് പേപ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഈ നിലപാടിനെതിരായി ശക്തിയായ രീതിയിലുള്ള സമരം പ്രക്ഷോഭം, ഇപ്പം പെൻഷൻ വീട്ടിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞ സംസ്ഥാനപ്പെട്ട് ഇന്നലെ ഉൾപ്പെടെ ശക്തിയായ സമരം പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട്. പല പ്രക്ഷോഭവും തുടങ്ങിയിട്ടുണ്ട്. ഇനി വരുന്ന 20-ാം തീയതിയും പ്രക്ഷോഭം നടക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി അവസാനിപ്പിച്ചു. ഇപ്പോൾ പുതിയ പേരാണ് VVG റാംജി. എന്താ സ്ഥിതി? ഒരു മാസത്തെ അവലോകനം വന്നു, 50% ആൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് 7 ലക്ഷത്തിലധികം ആൾക്കാണ്, 7 കോടിയോളം വരുന്ന ആൾക്കാണ് ജോലി കിട്ടിയത്. 7 കോടിയിലധികം വരുന്ന ആളുടെ ജോലി കുറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 100% കുറഞ്ഞിരിക്കുകയാണ്. അത്രയും ശതമാനം കുറഞ്ഞു. ഇപ്പോൾ തൊഴിലെടുക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം കുറഞ്ഞു. അതുപോലെ തന്നെ ജോലി കിട്ടിയിട്ടുള്ള ആളുകളുടെ എണ്ണവും നല്ലപോലെ 50%-ലധികം കുറഞ്ഞു. ഇതാണ് ഇന്ത്യയുടെ ചിത്രം. ഇത് നേരത്തെ വീട്ടിൽ പെൻഷൻ കൊടുക്കില്ല എന്ന് പറയുന്നതിൻ്റെ ഭാഗമായി വരാൻ പോകുന്നത് പോലെ തന്നെ ഈ പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതി മൗലികമായി ഭരണഘടനാ ഭേദഗതി ചെയ്ത് രൂപപ്പെടുത്തിയിട്ടുള്ളതാണിത്. UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ ശക്തിയായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് വന്ന ഒന്നാണ്. അതിപ്പോഴും പൂർണ്ണമായിട്ടും നിശ്ചലമാവുന്ന സ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ 50% കണ്ട് കുറയുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. തൊഴിലവസരങ്ങൾ എന്നുള്ളതാണ് ഗ്രാമീണ മേഖലയിലുള്ള ഒരു ചിത്രം. ഇത് കേരളത്തിനും ബാധകമായിട്ടതാണ്. ഇന്ത്യക്കാകെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50%-ൽ കുറവായിട്ട്, അല്ല അധികമായിട്ട് കുടുംബങ്ങളും 50%-ൽ അധികമായിട്ട് വ്യക്തികളും ഇപ്പം കുറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ മാസം ജൂലൈയിലാണ് 1-ാം തീയതിയാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ ആഗസ്റ്റ് പരിശോധിച്ചപ്പോൾ അതിൻ്റെ കണക്ക് ഇന്നലെയാണ് വന്നത്. ആ കണക്ക് നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതിതാ ചിത്രം. എല്ലാ പ്രധാനപ്പെട്ട മേഖലകളിലുമാണ് നടക്കുക. 2400-ഓളം കേന്ദ്രങ്ങളിലാണ് അവർ സമരം നടത്താൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതെല്ലാം പ്രായമുള്ളവരാണല്ലോ. 60 വയസ്സ് കഴിഞ്ഞവരോ 70 വയസ്സ് 80 വയസ്സുള്ളവരാണ്. അവരെല്ലാം ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് അവരെല്ലാം അവരുടെ പ്രതിഷേധം അവരുടെ പ്രദേശങ്ങളിൽ തന്നെ നല്ലതുപോലെ രേഖപ്പെടുത്താനാണ് ഇപ്പോഴും ഉദ്ദേശിക്കുന്നത് 20-ാം തീയതി. ഇല്ല, നമുക്കത് അവിടെ കൊണ്ടുവരുന്നെല്ലാം പറഞ്ഞുള്ള കാര്യം മാത്രമേ നമുക്കറിയുള്ളൂ. ബാക്കി എന്താ കാര്യം എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കുക. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ അർജൻറ്റീനിയൻ ടീം, പ്രത്യേകിച്ച് മെസ്സി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ആളെപ്പോലെയല്ലേ. നമുക്ക് കേരളത്തിലെ ഏത് കുടുംബത്തിലും പോയാലും മെസ്സി ഉണ്ട്. ക്രമക്കേട് നടക്കാൻ ഒരു സാധ്യതയില്ല. ക്രമക്കേട് എങ്ങനെ നടക്കുക? ക്രമക്കേട് നടക്കാൻ ഒരു സാധ്യതയില്ലല്ലോ. ആരും കൊടുത്തും വാങ്ങിയും ചെയ്യുമ്പോഴല്ലേ ക്രമക്കേടിൻ്റെ ഭാഗമായ പ്രശ്നമുള്ളൂ. അതിന് കൃത്യമായ രേഖയുണ്ടാവില്ലേ? അതൊക്കെ നിങ്ങൾ ഓരോ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വം കള്ളപ്രചാരവേല നടത്തുന്നത് മാത്രമല്ലേ ഉള്ളൂ. അത് നോക്കണം. സെക്രട്ടറിനെ തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും. സെക്രട്ടറി അല്ലേ എൻ്റെ ഉത്തരവാദി. വേറെ രേഖേൻ്റെ കസ്റ്റോഡിയൻ ആരാ? ഏത് സെക്രട്ടറി ആയാലും നമുക്കെന്താ ഇപ്പോൾ ഏത് സെക്രട്ടറി ആയാലും ഒരു കാര്യം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തായതുകൊണ്ട് എന്താ സർക്കാർ അവസാനിക്കുന്നുണ്ടോ? അതൊരു പുതിയ ചോദ്യമാണല്ലോ. ഒരു സർക്കാർ, ഏത് സർക്കാരായാലും അവരുടെ സെക്രട്ടറി ഇല്ലേ അവിടെ? അതെങ്ങനെയാ ഈ രീതിയിൽ നിങ്ങൾക്ക് ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇപ്പം മെല്ലെ മെസ്സിനെ കൊണ്ടുവരിക? രാജ്യം മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുക. അന്നേരമാണ് മെല്ലെ മെസ്സി. ചില പത്രത്തിൻ്റെ അജണ്ട തന്നെയാണ് അത്. അത്രേ ഞാനിപ്പം പറയുന്നുള്ളൂ. ബാക്കി പിന്നെ പറയാം, വിശദമായിട്ട് തന്നെ പറയാം. അത് സംബന്ധിച്ച് വിശദമായിട്ട് പറയാമെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. മുഴുവൻ പറയാം. എന്ത് കാര്യമാണെന്നുള്ളതും കൃത്യമായിട്ട് പറയാം. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ അതും കൂടി പറഞ്ഞിട്ട് കൊളാക്കണ്ട. കാരണം ഇത്രയും പറഞ്ഞതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നം. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ആളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് മെസ്സിനെയും കൊണ്ടുവരികയാണ്. അത്രയേ ഉള്ളൂ കാര്യം. അത് ഞാൻ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും അടുത്ത ദിവസം പറയും. സ്പീക്കറുടെ പ്രതികരണം തെറ്റാണ്. ഇനി സ്പീക്കറല്ല ഞാൻ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും അത് തെറ്റാണ്. അങ്ങനെ ഒരു കാര്യവും ആലോചിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല.
അസംബന്ധ തീരുമാനങ്ങൾ എടുക്കുക എന്നിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്പീക്കറോട് ചോദിക്കണം എങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്, എന്തടിസ്ഥാനത്തിലാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. സ്പീക്കറോടാണല്ലോ ചോദിക്കുന്നത്, എന്നോട് ചോദിക്കുന്നത്. സ്പീക്കർ അങ്ങനെ കത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് സ്പീക്കറോട് ചോദിക്കണം. അതിലൊരു കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു കത്ത് തന്നാൽ എന്നുള്ളത് സാങ്കല്പികമായ ഒരു മറുപടിയാണ്. അതിലെന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അങ്ങനെ കത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു കത്ത് തന്നാൽ ഞാൻ ആലോചിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടില്ല. കത്ത് കൊടുക്കുന്ന പ്രശ്നമില്ല. പോരെ?